ഹലോ ഹബീബി. അപ്പോൾ നമ്മളെ വിഷയം എന്താ? ടെക് ഈസ് ദ മെയിൻ ഈസ് ദ വേൾഡ്. അതൊന്നുമല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മുടെ അസിസ്റ്റ് ചെയ്യാൻ ഡിജിറ്റൽ അസിസ്റ്റൻ്റായിട്ട് നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ അലക്സയുണ്ട്. അവരൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കും. ഇപ്പോൾ എൻ്റെ വിഷയം പോകുന്നത്, അതായത് സപ്പോസ് നമ്മുടെ പി സിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്മാർട്ട് ടി വിയിൽ, നമ്മുടെ യൂട്യൂബിൽ, സ്മാർട്ട് ടി വി വേണ്ട, പി സി, നമ്മുടെ പി സിയിൽ നമ്മൾ യൂട്യൂബിൽ ഒരു സംഭവം കാണുകയാണ്. അപ്പോൾ നമ്മൾ ഒരു യൂട്യൂബിൽ ഒരു സംഭവം വാച്ച് ചെയ്യാണ്, ഒരു പെർട്ടിക്കുലർ വിഷയത്തെ ആസ്പദമാക്കിയിട്ട് ഒരു സംഭവം നമ്മൾ വാച്ച് ചെയ്യുമ്പോൾ, അത് കണ്ട് ആസ്വദിക്കുമ്പോൾ നമുക്കൊന്ന് കിടന്ന് കാണണമെന്ന് നിങ്ങൾ കിടന്ന് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഒരുങ്ങാണ്. അപ്പോൾ നമ്മൾ ബെഡിൽ കിടന്ന് പി സി കുറച്ച് അപ്പുറത്തേക്ക് വെച്ച് എന്നിട്ട് നമ്മളിങ്ങനെ കിടന്നപ്പോൾ നമുക്ക് കുറച്ച് സ്കിപ്പ് ചെയ്യണം തോന്നി, വീഡിയോ കുറച്ച് സ്കിപ്പ് ചെയ്യണം തോന്നി, അല്ലെങ്കിൽ പിന്നോട്ടോ ഫോർവേഡോ ബാക്ക്വേഡോ സ്കിപ്പ് ചെയ്യണം തോന്നി. അതല്ലെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാനോ, അതല്ലെങ്കിൽ ഇനി ഫുൾ സ്ക്രീനുള്ള ലോ സ്ക്രീനാക്കാം, അങ്ങനെ പല രീതിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകണം അല്ലേ. അല്ലെങ്കിൽ മൗസ് ഉണ്ടെങ്കിൽ മൗസ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയും, എന്നാലും മൗസ് ഉണ്ടെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കഴിയും, അത് ഒരു വേ ആണ്. ഇനിയിപ്പോൾ മൗസൊന്നും ഇല്ലാതെ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ഹാൻഡ് ഗസ്റ്റർ, അതായത് നമ്മുടെ കൈ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഏകദേശം ഒരു 90% പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 10% ഞാൻ കോഡ് ചെയ്തുകൊണ്ടാവാം, എന്താ അറിയില്ല. എന്തായാലും കുഴപ്പമൊന്നുമില്ല, സംഭവം പെർഫെക്റ്റാണ്. നമുക്ക് അതിലേക്കൊന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയുണ്ടെന്ന്. നിങ്ങൾ കമൻ്റായിട്ട് അഭിപ്രായം പറയണം. നിങ്ങളുടെ അഭിപ്രായമാണ് എന്നെ മുന്നോട്ട്. അപ്പം ഞാൻ കാണിച്ചു കേട്ടോ ഹബീബി. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പ്രോഗ്രാമൊക്കെ, എൻ്റെ പി സി പ്രോഗ്രാമൊക്കെ റണ്ണിങ്ങിലാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആവശ്യം നമ്മൾ ക്രോമിൽ കയറുക, യൂട്യൂബ് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഹാൻഡ് ഗസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പി സി ടെക്നിക് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മൂവ്മെൻറ്റ് അടിസ്ഥാനമാക്കിയിട്ടുള്ള അപ്പോൾ വർക്ക് ചെയ്യണം. അപ്പോൾ എനിവേ നമ്മൾ യൂട്യൂബിലേക്ക് കയറാൻ പോകണം. അപ്പോൾ യൂട്യൂബിൽ ഞാൻ മനസ്സിലാക്കി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കോഡ് ചെയ്തതെങ്കിലും ഇവിടെ വേറെ സംഭവം നടക്കുന്നുണ്ട്. യൂട്യൂബിലുള്ള ആഡ് ഓട്ടോമാറ്റിക്കലി സ്കിപ്പായി പോകുന്നത്. അതായത് ആഡ് ഒരുപാട് ഒരു സാധാരണ 5 സെക്കൻഡ് ടൈമാണ് കാണിക്കുന്നത്, പക്ഷേ 5 സെക്കൻഡ് പോയിട്ട് 1 സെക്കൻഡ് നിൽക്കാനുള്ള ആ ടൈമും കൊടുക്കുന്നുണ്ടറിയില്ല. അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോകണം ഓട്ടോമാറ്റിക്കലി. ഈ പ്രോഗ്രാം റണ്ണ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. എന്താ എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു വെടിക്ക് 2 പക്ഷി എന്ന പോലെയാണ് എനിക്കിപ്പോൾ അത് മനസ്സിലായത്. കാരണം ഞാൻ അതിന് വേണ്ടി കോഡ് ചെയ്തതല്ല, പക്ഷെ അങ്ങനെ ആയിട്ടുണ്ട്, എന്താ അറിയില്ല. അപ്പോൾ എനിക്കിപ്പോൾ സ്കിപ്പ്, അതായത് ആഡ് ഇല്ലാതെ എനിക്കിപ്പോൾ യൂട്യൂബ് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിലോട്ടായിട്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഓൾറെഡി ഒരു വീഡിയോ ഇതിൽ റണ്ണിങ്ങിലാണ്, അതുകൊണ്ട് ആഡ് വരുന്ന കാണുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ പൗസിങ് അൺപൗസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു. മ്യൂട്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ 5 സൗണ്ട് മൈക്കിൽ കേൾക്കുന്നുണ്ടോ അറിയില്ല, എന്നാലും പാട്ട് പാടുന്നുണ്ട്. ഇനി പിന്നെ ഒന്നും കൂടി 1 കാണിച്ചാൽ ഓക്കെ, പൗസായി. ഓക്കെ, ഒന്നുകൂടി. എനിക്കിപ്പോൾ ഫോർവേഡ് സ്കിപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 3. ഓക്കെ, അപ്പോൾ ഫോർവേഡ് സ്കിപ്പിങ് നടക്കുന്നുണ്ട്. ഇനി ഇനിയിപ്പോൾ ബാക്കിലേക്ക് വെക്കി 2. ഓക്കെ, വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 4 ഫുൾ സ്ക്രീന്. എത്ര കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയേ. ഒരു കോഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവൻ ബിൽഡ് ചെയ്യുന്ന ഒരു സാധനം പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അവന് അതാണ്. ഇനി പിന്നെ 5 കാണിക്കും മ്യൂട്ടിന് വേണ്ടിയിട്ട്.
ഈ മ്യൂട്ട് നോക്കിയാൽ ആ ഗെയിം എന്തൊരു പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതിപ്പോൾ എൻ്റെ കൈ ഇവിടെ ഹാൻഡ് കസ്റ്റഡി ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ഹാൻഡ് മാത്രമേ അത് ഡിക്റ്റേറ്റ് ചെയ്യുള്ളൂ, അതാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ്. ഇനിയിപ്പോൾ ഞാൻ ഫോറിലെ ഫുൾ സ്ക്രീൻ ആക്കിയിട്ട് 1 ആക്കി കൊടുത്താൽ സംഭവം വർക്ക് ചെയ്യും, മൂഡ്നെസ് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതിലിപ്പോൾ ചെറിയൊരു ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ 90% നേരത്തെ പറഞ്ഞില്ല, 10% പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് 5ഉം 4ഉം ഒരു കൈയിൻ്റെ, അതായത് നമ്മുടെ ഹാൻഡിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ അവിടെ ഒരു കൺഫ്യൂഷൻ ഇതിന് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒന്ന് സോറി പോസാക്കി പോയി, മ്യൂട്ടാക്കി പോയി 4. ഓക്കെ, കണ്ടോ, പെർഫെക്റ്റാണ്. അപ്പോൾ ഇതിന് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ 5ഉം 4 അടുത്തുണ്ടായിട്ടുള്ള ആ ഒരു പ്രശ്നമുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ആവശ്യകത എങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നു. മറ്റ് എക്സാമ്പിളുകൾ എങ്ങനെയൊക്കെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. അപ്പം ഓക്കെ, അപ്പോൾ നമുക്ക് 4 അടിച്ച് പൗസ് അടിച്ച് നമുക്ക് ബാക്കോട്ട് പോവാം. അപ്പോൾ കണ്ടില്ലേ, അതാണ് അതിൻ്റെ ഒരു യൂസ്. അങ്ങനെ പല രീതിയിൽ നമുക്കത് കോഡ് ചെയ്ത് പല സോഫ്റ്റ്വെയർസിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും. അപ്പോൾ ആ രീതിയിലാണ് ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ ആബ്സല്യൂട്ട്ലി ഞാൻ ബിൽഡ് ചെയ്യാൻ നോക്കിയത് നമ്മുടെ ഈ പ്രസൻറ്റേഷൻ, PPT പ്രസൻറ്റേഷൻ, നമ്മുടെ ക്ലാസ് എടുക്കുമല്ലോ PPT ബാക്കിൽ പ്രൊജക്റ്റിൽ PPT വർക്ക് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ സാധാരണ ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ ഒരു റിമോട്ട് പോലുള്ളൊരു സംഭവം ഉണ്ടാവും, അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന സമയത്ത് അങ്ങനെ ആ കയ്യിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് സംഭവം അതൊരു ബോറായി തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ അതിനെതിരെ ഞാൻ ബിൽഡ് ചെയ്യാൻ നോക്കുന്നത്, പക്ഷേ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ അത് പീസിൻ്റെ വർക്കിംഗ് എന്നെന്ന് അറിയാത്ത ആ ഒരു പ്രശ്നം കൊണ്ടാണ് എനിക്ക് എത്തിപ്പെടാൻ കഴിയാത്തത്. പക്ഷേ അതിന് ആവശ്യമുള്ള കോഡ് എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഏത് രീതിയിലാണെന്ന് മനസ്സിലാവണില്ല, അതുകൊണ്ടാണ്. പിന്നെ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇത് ബിൽഡ് ചെയ്യാൻ നോക്കിയത്. എനിവേ അത് അവസാനം യൂട്യൂബിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അതായത് അവർ ക്ലാസ് എടുക്കുന്ന സമയത്ത്, അപ്പോൾ ഇനി എൻ്റെ ഈ വീഡിയോ കാണുന്ന കോഡേഴ്സ് ഉണ്ടെങ്കിൽ അവർ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാൻ നോക്കാം. ഞാനൊരു പ്രൊജക്റ്റ് ഐഡിയയാണ് തരുന്നത്. അതായത് അങ്ങനെ ആ PPT വെച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഈ ഒരു റിമോട്ട് കൺട്രോളൊന്നും ഇല്ലാതെ അവരവിടെ PC മുമ്പിൽ വെച്ചിട്ടുണ്ടാകും. അതിലേക്ക് അവരുടെ HDMI പോർട്ടിലേക്ക് പ്രൊജക്ടറിൻ്റെ വയർ അവർ കണക്ട് ചെയ്തിട്ടുണ്ടാകും. ഈ സമയത്ത് എന്ത് ചെയ്യുക, ഈ PC മുമ്പിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ ഈ PPT നെക്സ്റ്റ് PPTയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ 1ഓ 2ഓ കാണിച്ചു കൊടുക്കുമ്പോൾ 2 കാണിച്ചു കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഫോർവേഡിലേക്കും 1 കാണിച്ചു കൊടുക്കുമ്പോൾ ബാക്ക്വേർഡിലേക്കും ആ PPT പിന്നെ മാറാൻ വേണ്ടി ചേഞ്ചിങ്ങിന് വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട്, പിന്നെ അതുപോലെ സൂം ചെയ്യാൻ 3, 5, സൂം ഔട്ട് ചെയ്യാൻ 5, ആ രീതിയിലൊക്കെ ചെയ്ത് വെച്ചാൽ വളരെ ഒരു ഹെൽപ്ഫുള്ളായൊരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ കോഡ് ചെയ്യാനാണ് ഞാൻ ചോദിക്കുക. അപ്പോൾ ഇതിൽ കോഡേഴ്സ് പ്രോഗ്രാമേഴ്സ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, ഇതൊരു പ്രൊജക്റ്റ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത് വലിയ സംഭവമാണെന്നൊന്നും എനിക്ക് അങ്ങനെ ഒരു വാദമൊന്നുമില്ല. ഇതിനാണ് അഡ്വാൻസ്ഡ് ഉണ്ട്, പക്ഷേ സ്വന്തമായിട്ട് അങ്ങനെ ചെയ്യുമ്പോഴൊരു സന്തോഷം പറയുന്നത് മാത്രമാണ്. പിന്നെ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഹാൻഡ് കസ്റ്റർ PCയുടെ ഇത് മറ്റേ നമ്മുടെ ക്യാമറയിലൂടെയാണ് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് വരുന്നത്. പിന്നെ ഹാൻഡ് മാത്രം ഡിക്റ്റേറ്റ് ചെയ്യണതുകൊണ്ട് ഒന്നായിട്ട് എറർ അടിക്കുന്നില്ല. അതായത് ഹാൻഡ് മാത്രമേ ഡിക്റ്റേറ്റ് ചെയ്യുള്ളൂ, ബാക്കി ഭാഗങ്ങളൊന്നും കണ്ടാലും. അപ്പോൾ അത് വളരെ പെർഫെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇനി നെക്സ്റ്റ് വിശേഷമായി ഞാൻ പിന്നെ വരാം. ബൈ.